ഇസ്ലാം മതാചാരങ്ങൾ ഉപേക്ഷിച്ചതിന് സോഷ്യൽ മീഡിയയിൽ സൈബർ സദാചാര ആക്രമണവും വധഭീഷണിയും നേരിട്ട നാദാപുരം സ്വദേശി അസ്നിയയെ വീണ്ടും അപമാനിച്ച് മതപ്രഭാഷകൻ. അസ്നിയ സ്വഭാവദൂഷ്യമുള്ള പെൺകുട്ടിയാണെന്ന് ചിത്രീകരിച്ച് കാസർഗോഡ് സ്വദേശി ഖലീൽ ഹുദവി കോഴിക്കോട് മുക്കത്ത് നടത്തിയ പ്രഭാഷണമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇസ്ലാമികാചാരങ്ങൾക്ക് വിരുദ്ധമായി ഫേസ്ബുക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിനെ തുടർന്നാണ് നാദാപുരം സ്വദേശിയായ ലോ കോളേജ് വിദ്യാർത്ഥി അസ്നിയയെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിൽ വാട്സപ്പ് പ്രചാരണമുണ്ടായത്. ഇതിനെതിരെ അസ്നിയ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതോടെ അവഹേളനം വധഭീഷണിയായി മാറി. സംഭവത്തിൽ നാദാപുരം പോലീസ് കേസെടുത്തുവെങ്കിലും അസ്നിയയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രചാരണം ഇപ്പോഴും നടക്കുകയാണ്. അസ്നിയയെ അപമാനിക്കുന്ന തരത്തിൽ ഒരു മതപ്രഭാഷകന്റെ ഓഡിയോയാണ് ഇപ്പോൾ വാട്സപ്പിൽ പ്രചരിക്കുന്നത്. കാസർഗോഡ് സ്വദേശിയായ ഖലീൽ ഹുദവി കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുക്കത്ത് നടത്തിയതാണ് പ്രഭാഷണമെന്ന് പറഞ്ഞാണ് പ്രചാരണം. നാദാപുരം ഭാഗത്തുള്ള ഒരു പെണ്ണിന്റെ കഥ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കും. അല്ലെ, നാദാപുരം ഭാഗത്തൊരു പെൺകുട്ടി തനിക്ക് സ്വാതന്ത്ര്യം വേണം കണ്ട ചെറുക്കന്റെ കൂടെ ജീവിക്കാൻ, അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, എന്നെ നിയന്ത്രിക്കാൻ നിങ്ങളാരാ, എന്റെ ഇഷ്ടം പോലെ കല്ല് കുടിക്കുന്ന ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ ഒരു പെൺകുട്ടി അമുസ്ലിമീങ്ങളായ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂടെ ഇരുന്നിട്ട് കല്ല് കുടിക്കുന്ന കല്ല് മുന്നിൽ വെച്ചിട്ട് ഫോട്ടോ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് സഹിതം ഫേസ്ബുക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ. പ്രസംഗം തന്നെ വ്യക്തിപരമായി അപമാനിക്കുന്നതാണെന്നും ഇതേ തുടർന്ന് പുതിയ പരാതി നൽകിയിട്ടുണ്ടെന്നും അസ്നിയ പറഞ്ഞു. മുക്കത്ത് വെച്ചിട്ടൊരു മതപ്രഭാഷകൻ, അത് കൃത്യമായിട്ട് ആരാന്ന് പേര് വിവരങ്ങൾ കിട്ടിയിട്ടില്ല, അതിന്റെ ക്ലിപ്പുകൾ വാട്സപ്പിൽ കൂടെ വൈറലാവുന്നുണ്ട്. ആള് സംസാരിച്ചിരിക്കുന്നുണ്ട് സംഭവങ്ങൾ 2 ക്ലിപ്പായിട്ടാണ് അതുള്ളത്. അപ്പൊ അതില് എന്നെ വ്യക്തി ചെയ്യുന്ന രീതിയിലുള്ള സംസാരവും അതുപോലെയുള്ള ശൈലികളും ഒക്കെയാണുള്ളത്. ശൈലികൾ മാത്രമല്ല, അയാള് സംസാരിച്ച വ്യക്തി രീതിയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന്റെ കാര്യം കൂടെ വെച്ചിട്ട് ഞാൻ SP ഓഫീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. സൈബർ ആക്രമണത്തെ തുടർന്ന് അസ്നിയ നാദാപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് MSF നിയോജകമണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 50ഓളം പേർക്കെതിരെ കേസെടുത്തുവെങ്കിലും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്.